വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, മാർച്ച് 28. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ. അപ്പോൾ ഇതായ പുതിയ ഡ്രസ്സൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ബാക്കി എല്ലാവരുടെയും ബർത്ത്ഡേ ആണ് ഞാൻ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ അങ്ങനെ ആഘോഷിക്കാറില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. നല്ല തലവേദനയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ പോയി കിടന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നും ഞാൻ ഉച്ചയ്ക്ക് സദ്യയൊന്നും ഉണ്ടാകാൻ നിന്നില്ല. അല്ലെങ്കിലും അങ്ങനെയാണ്, എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. എനിക്കിന്ന് മൈഗ്രെയിനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ടത് ഇത് ചേട്ടൻ എനിക്ക് ബിരിയാണി മേടിച്ചു തന്നു. 2 ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഏമ്പുരാൻ മൂവി പോയി കാണണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ബിരിയാണി കഴിച്ചിട്ട് വരാം. താങ്ക് യു. ചേട്ടനാണോ ഏട്ടാ? ചേട്ടനല്ല, ബ്രദറാണോ? അയ്യോ ഷോക്കായി പോയി. പേരൻസാ? ഓ താങ്ക് യു. സർപ്രൈസ് സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫുഡൊക്കെ കഴിച്ച് പുറത്തു പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഇതാ ബ്രദറിൻ്റെയും പേരൻസിൻ്റെയും വഴി ഒരു സർപ്രൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഗിഫ്റ്റ് ഒന്നും തുറന്നു നോക്കാൻ നിന്നില്ല. മൂവി കാണാനുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ മൂവി കാണാനായിട്ട് പോയി. 4 മണിക്കത്തെ ഷോ ആണ് കേട്ടോ. സിറ്റി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും, പാർക്കിംഗ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്. ഏത് സിനിമയാണ്? കാർട്ടൂണല്ല, എമ്പുരാൻ. അങ്ങനെ നമ്മൾ തിയേറ്റർ എത്തി. ഐമാക്സിലാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ഷോ കഴിഞ്ഞിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഐമാക്സിൽ, വലിയ സ്ക്രീനൊക്കെയാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ മറന്നു പോയത്, നോമ്പ് എന്നുള്ള കാര്യം മറന്നു കേട്ടോ. 4 മണിക്കത്തെ ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ഫുഡൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ 2 പേരും നല്ല വാശിയിലാണ്. കാരണം അവർ വരുന്നത് തന്നെ ഈ പോപ്കോണൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ഞാൻ അവരെ സമാധാനിപ്പിച്ച് ഞങ്ങൾ മൂവി കാണാനായിട്ട് ഇരുന്നു. അപ്പോൾ നമ്മൾ മൂവി കാണാനായിട്ട് കയറി. മൂവി തുടങ്ങാനായിട്ട് തുടങ്ങിയിട്ട് പറയാം മറ്റു വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ മൂവിയുടെ റിവ്യൂ എന്ന് വെച്ചാൽ വലിയ ഹൈപ്പ് കൊടുത്ത് കണ്ട മൂവിയൊന്നുമല്ല. ജസ്റ്റ് ഒരു വട്ടം പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം. ലൂസിഫറിൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ നമ്മൾ കുട്ടികളെയും കഴിവതും കൊണ്ടുപോയിരിക്കും. ആദ്യത്തെ കുറച്ച് സീൻസൊക്കെ കുറച്ച് വയലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പോപ്കോണൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പിള്ളേർ 2 പേരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കേക്ക് കട്ട് ചെയ്യാൻ മറന്നേ പോയി. രാവിലത്തെ ആ ഒരു തിരക്ക് കാരണം പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ പിന്നെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കേക്കിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് ചേട്ടൻ എടുത്തു തരികയാണ്.
കാണില്ല അമ്മയുടെ ബർത്ത്ഡേക്ക് പേപ്പർ ഇല്ല. താങ്ക് യു. അപ്പം നമ്മുടെ ബർത്ത്ഡേ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം ഉണ്ടാക്കി, കുറച്ച് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.